ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ആക്രമണം തുടരുകയാണ് ഇറാൻ. ഒമാനിൽ ഡ്രോൺ ആക്രമണത്തിൽ 2 പ്രവാസികൾ കൊല്ലപ്പെട്ടു. ദുബായിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് കെട്ടിടത്തിന് ചെറിയ നാശനഷ്ടമുണ്ടായി. സുരക്ഷാ നടപടികളുടെ ഭാഗമായി ബഹ്റൈനിൽ ഇത്തവണ പൊതുസ്ഥലത്ത് ഈദ്ഗാഹുകൾ ഉണ്ടാകില്ല. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. തുടർച്ചയായ 14ാം ദിവസവും ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടുകയാണ് ഇറാൻ. ഒമാനിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ 2 പ്രവാസികൾ മരിച്ചു. സോഹാർ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് മരണം. നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. വിലായത്ത് മേളലയിലും ആക്രമണമുണ്ടായി. എന്നാൽ ഡ്രോൺ തുറസായ സ്ഥലത്ത് വീണതിനാൽ അവിടെ ആർക്കും പരിക്കേറ്റിട്ടില്ല. UAE ലക്ഷ്യമാക്കിയും ഇന്നും ഇറാന്റെ ഡ്രോണുകൾ എത്തി. ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സെൻട്രൽ ദുബായിൽ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് കെട്ടിടത്തിന് ചെറിയ നാശനഷ്ടമുണ്ടായതായി മീഡിയ ഓഫീസ് അറിയിച്ചു. അതേസമയം സുരക്ഷാ നടപടികളുടെ ഭാഗമായി ബഹ്റൈനിൽ ഇത്തവണ പൊതുസ്ഥലത്ത് ഈദ്ഗാഹുകൾ ഉണ്ടായിരിക്കില്ലെന്ന് സുന്നി എൻഡോവ്മെന്റ്സ് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. ജുമ അനുവദിച്ച പള്ളികളിലെല്ലാം രാവിലെ 6 മണിക്കായിരിക്കും പെരുന്നാൾ നിസ്കാരം. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എണ്ണവിലയും കുതിച്ചുയരുകയാണ്. ക്രൂഡ് ഓയിൽ ബാരലിന് $100 മുകളിലാണ് വില. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഗൾഫ് മേഖലയിലെ US വ്യോമത്താവളങ്ങൾ അടച്ചുപൂട്ടിയില്ലെങ്കിൽ ആക്രമണം കടുപ്പിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ടർ, മിഡിൽ ഈസ്റ്റ്.